ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് മൈൻക്രാഫ്റ്റിനകത്ത് ഷെയ്ഡേഴ്സ് ഇടേണ്ടത്, എങ്ങനെയാണ് മോഡ്സ് ഇടേണ്ടത്, ഈ മോഡൊക്കെ എവിടെ നിന്ന് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല. സോ നമ്മളൊരു പുതിയ ഇൻസ്റ്റഗ്രാം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇന്ന് നമ്മൾ അധികം ടൈമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഒരു ലോഞ്ചറാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ടി ലോഞ്ചറും അതേപോലെ SK ലോഞ്ചറാണ്. സോ ടി ലോഞ്ചർ ഞാൻ മോഡ് പാക്ക് തുടങ്ങിയ സാധനത്തിനാണ് യൂസ് ചെയ്യാറ്. SK ലോഞ്ചർ ഞാൻ സെർവർ കാര്യങ്ങളിലൊക്കെയാണ് SK ലോഞ്ചർ യൂസ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്കൊരു ലോഞ്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ക്യാഷ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ലോഞ്ചേഴ്സിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇനി ബെഡ്റോക്കാണ് നിങ്ങൾ കളിക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ബ്ലൂ സ്റ്റാക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ സ്റ്റോറിൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിന്ന് 29 രൂപയ്ക്ക് നിങ്ങൾ ബെഡ്റോക്ക് മേടിക്കുക. കുറച്ച് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം എന്ന് ഉണ്ടാവത്തുള്ളൂ. അതർവൈസ് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യുക. ലോഞ്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലോഞ്ചർ ഓപ്പൺ ചെയ്യാം. ലോഞ്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ SK ലോഞ്ചറാണ് കാണിച്ചു തരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് ഇൻസ്റ്റാളേഷൻ എന്നുള്ളവർക്ക് ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും വാനില ഫോർജ് ഫാബ്രിക് എക്വിൽഡ് എഫർട്ട്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ബേസിക്കലി മോഡും അതേപോലെ കുറെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും. മെജോറിറ്റി ഓഫ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഫാബ്രിക്കാണ്. സോ ഈ ഫാബ്രിക്കിനകത്ത് നമുക്ക് മോഡ് യൂസ് ചെയ്യാം. ഷെയ്ഡർ തുടങ്ങിയ സാധനമൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. സോ നിങ്ങൾ ഈ ഫാബ്രിക് സെലക്ട് ചെയ്യുക. അന്നേരം നിങ്ങളെ വേർഷൻ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ 26.1.1 ആണ്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോർ സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെയിം കൊടുത്തിട്ട് ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ഉണ്ടാവും. ഇതേ ഫാബ്രിക് 26.1 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ലോഞ്ചായി വരും. ലോഞ്ചായി വന്നിട്ട് അവിടെ ഒക്കെ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് ലോഞ്ചായി വന്നിട്ട് അവിടെ ക്വിറ്റ് ഗെയിം ഉണ്ടാവും. ആ ക്വിറ്റ് ഗെയിം അടിച്ചിട്ട് നിൽക്കുക. ബാക്കി അടുത്ത പാർട്ടി പറഞ്ഞുതരാം.